പരിശ്രമത്തിൻ്റെ ആവശ്യകത. പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ ഏതു കാര്യവും നടത്തിയെടുക്കാനാവൂ. പക്ഷേ പലരെ സംബന്ധിച്ചും പരിശ്രമിക്കാൻ മടിയാണ്. എങ്ങനെയെങ്കിലും കാര്യം നടക്കണമെന്നാണ് അവരുടെ മനോഭാവം. മറ്റു ചിലരാകട്ടെ തങ്ങളുടെ ഇല്ലായ്മകളെക്കുറിച്ചും വല്ലായ്മകളെക്കുറിച്ചും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. ഉദാഹരണമായി, എൻ്റെ മാതാപിതാക്കൾക്ക് പഠിത്തമില്ല, എനിക്ക് സമ്പത്തില്ല, എനിക്ക് സൗന്ദര്യമില്ല, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്, എനിക്ക് കഴിവില്ല എന്നിങ്ങനെ ചിലർ ഓരോരോ കാരണങ്ങൾ പറയും. ഇത്തരം പറച്ചിലിന് ഒരടിസ്ഥാനവുമില്ല. കാരണം വളരെ മോശപ്പെട്ടതെന്ന് നാം വിചാരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ പരിശ്രമിച്ചതുകൊണ്ട് മാത്രം വളരെ ഉയർന്ന ജീവിത വിജയം നേടിയതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കുതിരമുഖമുള്ളവൻ എന്ന് പരിഹസിക്കപ്പെട്ട ആളാണ് അമിതാഭ് ബച്ചൻ. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ് ഹെൻറി ഫോർഡ്. അവിവാഹിതയായ ഒരു അമ്മയുടെ മകനായി ജനിച്ച ആളാണ് ഒറാക്കിളിൻ്റെ ലാറി എല്ലിസൺ. ഒരിക്കൽ ജപ്പാനിലെ ബിസിനസ് പുറന്തള്ളിയ ആളാണ് ഹോണ്ട കമ്പനിയുടെ സ്ഥാപകൻ സോയിക്കിരോ ഹോണ്ട. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ സ്കൂൾ ഓഫ് സിനിമ ആർട്സിൽ 2 വട്ടം പ്രവേശനം നിഷേധിക്കപ്പെട്ട ആളാണ് സ്റ്റീവൻ സ്പിൽബർഗ്. ശ്രവണശേഷി നഷ്ടപ്പെട്ട ആളാണ് വിശ്വപ്രസിദ്ധ സംഗീതജ്ഞൻ ബീഥോവൻ. മരിലിൻ മൺറോ എന്ന നടിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് കളിയാക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് 13 പ്രാവശ്യം. പല പ്രസാധകരും തള്ളിക്കളഞ്ഞ പുസ്തകവുമായി വീണ്ടും പരിശ്രമിച്ച് വിജയം വരിച്ച എഴുത്തുകാരിയാണ് JK റൗളിംഗ്. ഇങ്ങനെ എത്രയോ വിജയികൾ തോറ്റു പിന്മാറാൻ ഒരുക്കമല്ലാതിരുന്നതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാനായത്. അവർ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു, വിജയിക്കുന്നത് വരെ പരിശ്രമിച്ചു. പരിശ്രമത്തിന് പകരം വയ്ക്കാൻ വേറൊന്നില്ല, പരിശ്രമിക്കുക തന്നെ.